ആശംസാ പ്രസംഗം എന്നത് ഒരു പ്രോഗ്രാമിലെ ഹ്രസ്വമായ പ്രസംഗമാണെങ്കിലും സമ്മേളനം പൂർണ്ണമാവാൻ ആശംസാ പ്രസംഗവും ആവശ്യമാണ്. ആശംസാ പ്രസംഗത്തിൽ ആശംസക്കാണ് പ്രാധാന്യം. കുറഞ്ഞ വാക്കുകളിൽ ആശംസാ പ്രസംഗം നിർവഹിക്കണം. 5 മിനിറ്റാണ് ആശംസാ പ്രസംഗത്തിന് സമയം. ആർക്കും ആശംസ പറയാവുന്നതാണ്. ചെറിയ ഒരു ആമുഖത്തോടെ തുടങ്ങി ചുരുങ്ങിയ വാക്കുകളിൽ വിഷയം അവതരിപ്പിച്ച് സെമിനാറിന് ആശംസകൾ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പറയാൻ സാധിക്കുമ്പോഴാണ് ആശംസാ പ്രസംഗം ശ്രദ്ധിക്കപ്പെടുന്നത്. ആശംസാ പ്രസംഗം നീട്ടിപ്പരത്തി അരോചകമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഗുരുജനങ്ങളെ, വിദ്യാർത്ഥികളെ, ഈ ശിശുദിനത്തിൽ നന്മ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ഒരു ആശംസ പറയാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. സംഘാടകർക്ക് ഞാൻ പ്രത്യേകം എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിവസം നവംബർ 14-നാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ശിശുക്കൾ പൂമ്പാറ്റകളാണ്. നെഹ്റു കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ കണ്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. ലോകത്തിലെ മഹത്തായ സ്വരത്തിൻ്റെ ഉടമകളെല്ലാം കുട്ടികളെക്കുറിച്ച് ആത്മാർത്ഥതയുടെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്തായ ദാനമാണ് ശിശുക്കൾ എന്നാണ് സർവരുടെയും അമ്മയായ മദർ തെരേസ കുട്ടികളെപ്പറ്റി പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. കുട്ടികളെ നന്നായി വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും ലഭിക്കേണ്ടത് കുട്ടിക്കാലത്താണ്. ബാല്യകാലത്താണ് കുട്ടികൾക്ക് സന്തോഷവും സംതൃപ്തിയും പകർന്നു കൊടുക്കേണ്ടത്. നമ്മളുടെ മക്കളെ വേണ്ട വിധം വളർത്തി പ്രാപ്തരാക്കാൻ രക്ഷിതാക്കളായ നമ്മളും അതുപോലെ അധ്യാപകരും വേണ്ടത്ര ശ്രദ്ധ കാണിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സെമിനാറിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സംഗമം വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ മാതൃക ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി വരാൻ അതുപോലെ പറയാനല്ല. ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിക്കുന്ന ശിശുക്കൾ പൂമ്പാറ്റകൾ എന്ന മഹത്തായ ഒരു സെമിനാറിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ നമുക്ക് വലിയ അനുഗ്രഹമാണ്. നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ് അവർ. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്രായത്തിൽ പ്രസവിച്ച ഘട്ടം മുതൽ 5 വയസ്സുവരെയുള്ള കാലഘട്ടം ശിശുക്കളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ആ സമയത്ത് രക്ഷിതാക്കളായ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ പരിപാലിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഭാവിയിൽ കുട്ടികൾ എങ്ങനെ ആവണം എന്നത് ആയിത്തീരുന്നത്. നമുക്കറിയാം, ബ്രൈറ്റ് അക്കാഡമി ഇത്തരത്തിലുള്ള കാലിക പ്രസക്തമായ അനവധി വിഷയങ്ങൾ സെമിനാറുകളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് തീർത്തും വളരെ ശ്രദ്ധ പതിയേണ്ട ഏറ്റവും നിർണായകമായ ഒരു സെമിനാറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ശേഷം ധാരാളം ആളുകൾ സംസാരിക്കുവാനുണ്ട്. ഇത്രയും എന്നെ ശ്രമിച്ച എല്ലാവർക്കും
ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എന്നെ ശ്രവിച്ച എല്ലാ ആളുകൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ശിശുക്കൾ പൂമ്പാറ്റകളാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാറിലാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ഇന്ന് നവംബർ 14 ശിശുദിനമാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ശിശുക്കളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് ശിശുക്കൾ നമ്മുടെ ഒരു ഭാവി വാഗ്ദാനങ്ങളാണ്. വരും തലമുറയിൽ ശിശുക്കളുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. കാരണം ഒരു വ്യക്തി പ്രസവിച്ചത് മുതൽ മരണം വരെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശൈശവം, ആദ്യകാല ബാല്യം, പിൽക്കാല ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യത്തിലെത്തുന്നതിൻ്റെ ഈ ഘട്ടങ്ങളിൽ ശിശുക്കളുടെ ആ ഒരു ഘട്ടം വളരെ പ്രധാനമാണ്. കാരണം ശിശു മനസ്സിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളുമാണ് പിന്നീട് അവൻ്റെ ഭാവി ജീവിതത്തിൽ യൗവനത്തിലാണെങ്കിലോ കൗമാരത്തിലാണെങ്കിലോ പ്രതിഫലിച്ച് കാണുന്നത്. നമ്മൾ ഈ ശിശുക്കളായിരുന്ന സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങൾ അവർക്ക് ഉണ്ടാവും. കൗതുകമായിരിക്കും ഓരോ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി. അവർ നിരന്തരം നമ്മളോടൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കും, ഇതെന്താണ്, അതെന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പം നമ്മൾ അതിനെ രക്ഷിതാക്കളായ നാം അതിനെ നല്ല രീതിയിൽ മറുപടി കൊടുത്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഒരു ഭാവി ജീവിതത്തിലേക്ക് അത് അവരുടെ സ്വഭാവത്തിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അല്ലാതെ അവരുടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവരുടെ വായിക്ക് വിടുകയാണെങ്കിൽ രക്ഷിതാക്കളായ നമുക്ക് പിന്നീട് അത് ദുഃഖിക്കേണ്ടി വരും. കാരണം കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ്. നമ്മുടെ കുടുംബത്തിൽ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അവരില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അവരുടെ നല്ലൊരു ഭാവി ജീവിതത്തിൽ അവരുടെ ആ ഒരു നല്ലൊരു പ്രസൻസ് കിട്ടുന്നില്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അതൊരു ബുദ്ധിമുട്ടായി വരും. അപ്പം ഈ ബാല്യം അതുപോലെ ശൈശവം എന്നുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ നമ്മൾ രക്ഷിതാക്കൾ അവരെ വളർത്തി കൊണ്ടുവരികയാണെങ്കിൽ അത് അവർക്കും നമുക്കും നല്ലൊരു ഉപകാരപ്പെടും എന്നൊക്കെയാണ് ഈ ഒരു ദിനം നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇത്രയും സമയം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ശിശുക്കൾ പൂമ്പാറ്റകൾ എന്ന വിഷയത്തിലെ സെമിനാറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. ആധുനിക കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ ബ്രൈറ്റ് അക്കാദമിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രക്ഷിതാവെന്ന നിലയിലും അധ്യാപകരെന്ന നിലയിലും സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലയിലും നമുക്ക് ഓരോരുത്തർക്കും കുട്ടികളോട് ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളുണ്ട്. ഒരു നല്ല രക്ഷിതാവിന് മാത്രമേ നല്ലൊരു കുട്ടിയെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഒരു നല്ല രക്ഷിതാവാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ അധ്യാപകരും സമൂഹത്തിലെ വ്യക്തി എന്ന നിലയിലും നാം ഓരോരുത്തരും കുട്ടികളെ അവർക്ക് വേണ്ട പ്രോത്സാഹനവും വഴികാട്ടിയായും മാറേണ്ടതുണ്ട്. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ സെമിനാറിൽ ആശംസ അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആധുനിക കാലത്ത്
വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഈ വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഭംഗിയായി ചെയ്യുക. ഈ സെമിനാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളാഞ്ചേരിയിലെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ശിശുക്കൾ പൂമ്പാറ്റകളാണ് എന്ന സെമിനാറിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കലാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് നവംബർ 14 നമ്മൾ ആഘോഷിച്ചു വരുന്നത്. അതിൽ ശിശുക്കൾ പൂമ്പാറ്റകളാണ് എന്ന വിഷയത്തെ തിരഞ്ഞെടുത്തതിൽ ബ്രൈറ്റ് അക്കാദമിയെ അഭിനന്ദിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ വേദിയിൽ എത്തിച്ചേർന്ന മറ്റു വിശിഷ്ടാതിഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ വളാഞ്ചേരി ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ശിശുക്കൾ പൂമ്പാറ്റകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി 2 വാക്ക് സംസാരിക്കാനാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. നമ്മളെ മക്കളെ നന്നായി വളർത്തിയാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി തീരുകയുള്ളൂ. അതേപോലെ ഇന്ന് പല കുട്ടികളും ലഹരിക്ക് അടിമപ്പെടുന്നത് കാണാറുണ്ട്. നമ്മളെ മക്കളെ നാം നല്ല നിലയിൽ വളർത്തിയില്ലെങ്കിൽ ഇതേപോലുള്ള പല ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളായി തീർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ നന്നായി വളർത്തേണ്ടതുണ്ട്. അതിന് രക്ഷിതാക്കൾ തന്നെ നല്ല നിലയിൽ പോയാൽ മാത്രമേ അവരെ നന്മ കണ്ട് നമ്മളെ മക്കൾ വളർന്നു വരികയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മൾ ചിന്തിക്കുക, എനിക്ക് ഇത്രയെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ, അങ്ങനെ പോസിറ്റീവായിട്ട് കാണാം. ഒരു 1/2 ഗ്ലാസ് കട്ടൻ ചായ ഭാര്യ തന്നാൽ അതിലില്ലാത്ത ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല. 1/2 ഗ്ലാസ് കിട്ടിയല്ലോ, അങ്ങനെ സന്തോഷിക്കുക. ഒരു ഭർത്താവിന് ഭാര്യ ചായ കൊടുത്തു, അപ്പോൾ ഇതിൽ 1/2 ഗ്ലാസ് ചായല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. 1/2 ഗ്ലാസ് ചായല്ലേ ഉള്ളൂ. അപ്പോൾ ഭാര്യ പറയാണ്, നമ്മളെ സ്വഭാവം വെച്ചിട്ട് ഇപ്പോൾ അത്രയും തന്നല്ലോ, അതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഇതിലേക്ക് തരാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നതുപോലെ നമ്മുടെ സ്വഭാവം വെച്ച് ഇത്രയും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഞാൻ ഗ്രൂപ്പിലിട്ടു, PM അയച്ചു കൊടുത്തു ഹാരി സാർക്ക്. ഈ ഗ്രൂപ്പിൽ നീ കാണണമല്ലോ വെച്ചിട്ട് എന്നിട്ട് അത് നോക്കിയിട്ടില്ല. എവിടെ എന്നോട് ചോദിക്കുകയാണ്. PM ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് ആശംസ, അതാണ് മോഡലൊക്കെ വായിച്ചു തന്നത്. മൂപ്പരത് കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പം ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു. രാത്രി ആയാലും അത് നോക്കാം. എന്തുകൊണ്ട് യാത്രയിൽ നിങ്ങൾ ട്രെയിനിലോ അല്ലെങ്കിൽ വരുമ്പോൾ ആ സമയം മതി. ഈ തിരക്കുള്ള ആളുകൾക്ക് ഈ സമദാനി സാറ്, അഴീക്കോട് സാർ, ഇവരൊക്കെ എന്ത് ചെയ്തറിയോ, അവർക്ക് തിരക്കായിരിക്കും. അവരിങ്ങനെ കാറിൽ പോകുമ്പോൾ ഒരു വേദിയിലേക്ക് പോകുന്ന ആ പോക്കിലാണ് ഒരുങ്ങൽ. അത്ര മതി. തിരക്കുള്ള ആളുകൾ യാത്രയിലാണ്. ഇപ്പം നിങ്ങൾക്ക് നാദാപുരത്ത് ഇതുവരെ വരുമ്പോൾ എത്ര സമയമുണ്ട്? അപ്പോൾ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു 10 പ്രാവശ്യം അത് വായിച്ചാൽ മതി. അപ്പോൾ മനസ്സിലെന്തെല്ലാം ഓർമ്മ വരും. അപ്പം ഇനി വരുമ്പോൾ ഒന്ന് ഒരുങ്ങിയിട്ട് വരണം. വിഷയമൊക്കെ ഞാൻ തരും, ഒരുങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാനൊന്ന് പ്രസംഗിച്ച് കാണിച്ചു തരാം. നോക്കിക്കോളി, മൊബൈലൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കാം. എത്ര കാര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞത്? ഏതോ ഒന്ന് വിഷയം, ആശംസ, ഈ 4 കാര്യം നോക്കുക. ഇത് 4 ഉണ്ടോയെന്ന് ശരിക്കും ശ്രദ്ധിക്കുക, നല്ല ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ എത്തിയ പ്രഗത്ഭ വ്യക്തികളെ, ഒരു മുത്തുമാലയിലെ മുത്തുമണികളെ പോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന
പഠിക്കുന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. വളാഞ്ചേരി നെടുങ്ങോട്ടൂർ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശിശുക്കൾ പൂമ്പാറ്റകളാണ് എന്നതാണ് നമ്മുടെ വിഷയം. എനിക്ക് മുമ്പ് അധ്യക്ഷനും ഉദ്ഘാടകനൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. എല്ലാം ചിന്തോദ്ദീപകമാണ്, നാം ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട് എങ്കിലും ഭൂരിഭാഗം രക്ഷിതാക്കളാണ്. എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുട്ടികൾ ഏറ്റവും മിടുക്കരാവണം എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും A+ വാങ്ങണം, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവണം. ഇതാണ് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ടാണ് മക്കൾ വളർന്നു വരുന്നത്. ചെറിയ പ്രായത്തിൽ ശിശുക്കൾ പൂമ്പാറ്റകൾ എന്ന് പറയുമ്പോൾ ശിശുക്കളാണ് പൂമ്പാറ്റകൾ. ചെറിയ കുട്ടികളെ നമ്മൾ മുത്തേ സത്തേ എന്നൊക്കെ വിളിക്കും, വല്ലാത്ത സ്നേഹമായിരിക്കും. പക്ഷേ ഈ മക്കൾ കുറച്ച് വലുതാകുമ്പോൾ ഒരു 15-16 വയസ്സ് ആ പ്രായത്തിൽ അപ്പോൾ മുത്തേ എന്നല്ല, പലപ്പോഴും നമ്മൾ പോത്തേ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇവരെ കൊണ്ടാണല്ലോ ഇപ്പോൾ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഒരു 15, 16, 17 വയസ്സാകുമ്പോൾ മക്കളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടികൾ ഇങ്ങനെ ആയി പോകുന്നത്? രാത്രി 2 മണിക്കോ 12 മണിക്കോ രാത്രി നാം ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എണീച്ചാൽ നമ്മുടെ മക്കളുടെ റൂമിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അരണ്ട വെളിച്ചത്തിൽ പുതപ്പിട്ട് മൂടി അതിനുള്ളിലൂടെ മൊബൈൽ ഫോണിലെ ഹെഡ്സെറ്റ് വെച്ച് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന നമ്മുടെ മക്കൾ നട്ടപ്പാതിരാക്കി 2 മണിക്ക് 3 മണിക്ക് അവർ ഉറങ്ങുന്നില്ല, അവർ ഓൺലൈനിലാണ്. എന്താണ് അവർ കാണുന്നത് 2 മണിക്ക് 3 മണിക്കൊക്കെ? അതുപോലെ ചീത്ത കൂട്ടുകെട്ട്, മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ലഹരികൾക്കടിമയാകുന്ന ഒരുപാട്. ഇന്നത്തെ ഒരു പുതിയ പഠനം പറയുന്നത് 70% വിദ്യാർത്ഥികൾ, കൗമാരക്കാർ, അതുപോലെ യുവാക്കൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു എന്നാണ്. 100-ൽ 70%. നമ്മളൊക്കെ മക്കളെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ കുളിർമയുള്ള മക്കളാവണം, പൂമ്പാറ്റകളാവണം. എത്ര മുതിർന്നാലും നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന പാറിപ്പറക്കുന്ന ആ കുട്ടികളായി നമുക്ക് കാണാൻ പറ്റണം. അതിനൊരു തൗഫീഖ് വേണം. അമേരിക്കയിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ഒരു മാതാവ് തൻ്റെ 3 വയസ്സായ കുട്ടിയുമായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അമേരിക്കയിലെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റാണ്, എൻ്റെ കുട്ടിയെ ഞാൻ LKGയിൽ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമായ എൻ്റെ മകൻ വലിയൊരു പ്രതിഭയാവാൻ എനിക്ക് വേണ്ട ഒരു നിർദ്ദേശം നിങ്ങൾ നൽകണം. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ ഒരു 3 വർഷം വൈകിപ്പോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പ്, കുട്ടിയെ പ്രസവിക്കും മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ടതായിരുന്നു. കാരണം ഒരു കുട്ടി ശരിയാവണമെങ്കിൽ കുട്ടിക്ക് 3 വയസ്സായ ശേഷമല്ല, ആ കുട്ടിയെ പ്രസവിക്കും മുമ്പ് തന്നെ ഭാര്യയും ഭർത്താവും മാതാപിതാക്കൾ ആലോചിക്കണം. എനിക്ക് പിറക്കാൻ പോകുന്ന കുട്ടി അവൻ മിടുക്കനാവണം, അവൻ ബുദ്ധിപരമായി, അവൻ ആരോഗ്യപരമായിട്ടൊക്കെ ഏറ്റവും കരുത്തുള്ളവനാവണമെന്ന് കുട്ടിക്ക് ജന്മം കൊടുക്കും മുമ്പ് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു മദ്രസയിൽ ഒരു കുട്ടിയെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ശത്രുസ്ഥായി ചോദിച്ചു, എന്താ പേര് എന്ന്. അപ്പോൾ വല്യപ്പ പറഞ്ഞു, അവൻ്റെ പേര് അബു എന്നാണ്. അബു എന്ന് മാത്രമേ ഉള്ളൂ. വല്യപ്പ പറഞ്ഞാൽ അബു എന്ന് ഇട്ടിട്ടുള്ളൂ. ഇവൻ നേരാവുകയാണെങ്കിൽ നമുക്ക് അബൂബക്കർ നാക്കാം, മോശമാവുകയാണെങ്കിൽ അബുജാഹിൽ നാക്കാം. ഇതാണ് നമ്മുടെ രക്ഷിതാക്കളുടെ അവസ്ഥ. കുട്ടികൾ നേരായ അങ്ങനെ പോയാൽ പോട്ടെ, ഇങ്ങനെയല്ല. ഒരു കുട്ടി നല്ല കുട്ടിയാവണമെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്തെ ആലോചിക്കണം. രണ്ടാമത്, ഭാര്യയ്ക്കും ഭർത്താവിനും 2 പേർക്കും ഒരു കുട്ടി വേണം എന്ന് മാനസികമായി ആവശ്യമുള്ള സമയത്തായിരിക്കണം ഗർഭം ധരിക്കേണ്ടത്. ഗർഭം ധരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഒന്ന് ഒരുങ്ങാനുണ്ട്. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല മരുന്നുകൾ കഴിക്കണം. കുട്ടി ജനിക്കാൻ പോകുന്ന കുട്ടിക്ക്
ബുദ്ധി വളർച്ചയ്ക്ക് ശാരീരിക വളർച്ചയ്ക്കൊക്കെ ആവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയ ശേഷമാണ് ആ സെക്ഷൽ ഇൻ്റർകോഴ്സ് വരെ നടത്തേണ്ടത് എന്നാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാം, ചെറുപ്പക്കാർ പറയാറുണ്ട്, പറ്റിച്ചു, കുടുങ്ങി എന്നൊക്കെ പറയും. ഇപ്പം എന്തേ അല്ല, വൈഫിന് റിസൾട്ട് വന്നു പോസിറ്റീവാണ്, അങ്ങനെ കുടുങ്ങി എന്ന് പറയാറുണ്ട്. അതായത് കല്യാണം കഴിച്ച് ഇപ്പം ഗർഭം ധരിക്കണമെന്ന അവസ്ഥയിലൊന്നുമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയാണ് ചിന്ത. ആ സമയത്ത് ഗർഭം ധരിച്ചു എന്നിട്ട് പറയുന്നത് എന്താ, കുടുങ്ങിപ്പോയി എന്നാണ്. ആ ഒരു സംസാരം തന്നെ അവൻ കുടുങ്ങാനുള്ള ആദ്യത്തെ വാക്കായി മാറുകയാണ്. മക്കളാൽ, ആ ജനിക്കാൻ പോകുന്ന കുട്ടിയാൽ അവൻ കുടുങ്ങും. അപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു കുഞ്ഞ് വേണം എന്ന ആ ഒരു ചിന്തയിൽ, ആ ഒരു ആഗ്രഹത്തിൽ, നല്ല ഒരുക്കത്തിൽ ഗർഭം ധരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്തൊരു സ്പോർട്സ് മാസികയിൽ ഞാൻ വായിച്ചു, വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിൽ കളിക്കാനുള്ള ടീം അംഗങ്ങളെ, കളിക്കാരെ സെലക്ട് ചെയ്യാൻ. ആരാ കളിക്കാർ? ഇപ്പോൾ കളിക്കുന്ന കളിക്കാരൊന്നുമല്ല, അവർ ജനിച്ചിട്ട് പോലുമില്ല. അന്ന് കളിക്കേണ്ട, വേൾഡ് കപ്പിൽ കളിക്കേണ്ടവർ ആര്? ജനിച്ചിട്ടില്ല. പക്ഷെ സെലക്ട് ചെയ്യുന്നത് അന്ന് കളിക്കേണ്ട കുട്ടികൾ ഏത് സ്ത്രീയിൽ ജനിക്കണമെന്ന ആ സ്ത്രീകളെ സെലക്ട് ചെയ്യണം. കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന നല്ല ആരോഗ്യമുള്ള, ഫുട്ബോളിനോടൊക്കെ താല്പര്യമുള്ള കുറച്ച് ദമ്പതികളെ തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്നൊരു 10-20 സ്ത്രീകളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് പ്രത്യേക കോച്ചിങ്ങും പ്രത്യേക ട്രെയിനിങ്ങുമാണ്. എന്നിട്ട് പിന്നെ അവരിൽ ജനിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ഗർഭാവസ്ഥയിൽ തന്നെ നല്ല ഭക്ഷണവും മരുന്നും നല്ല മാനസികമായ ശാരീരികമായ രീതിയിൽ ഈ കുട്ടിക്ക് പുഷ്ടിപ്പെടാൻ ആവശ്യമായ കൗൺസിലിങ്ങും മറ്റ് എല്ലാം നൽകിയിട്ട് പിന്നെ പ്രസവിച്ച്, ആ പ്രസവിച്ച ശേഷം അതിന് സെലക്ട് ചെയ്തിട്ട് ജന്മസമയം മുതൽ തന്നെ ആ കുട്ടിക്ക് വേണ്ട ശാരീരിക മാനസികമായ പ്രാക്ടീസാണ്. അങ്ങനെ വളർന്നു വലുതായി പിന്നെ ആ കുട്ടി 5 വയസ്സായി 10 വയസ്സായി ഫുട്ബോളിൽ അവർക്ക് പരിശീലനം കൊടുത്ത് അവരെയാണ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിൽ ഇവർ കളിപ്പിക്കുക. കളിക്കാരെയല്ല സെലക്ട് ചെയ്തത്, കളിക്കാൻ പോകുന്ന കുട്ടികളെ പ്രസവിക്കേണ്ട അമ്മമാരെ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് എന്തുകൊണ്ടും ഭാഗ്യമാണ്. കെട്ടാൻ പോകുന്ന സ്ത്രീ എനിക്ക് നല്ല ആരോഗ്യമുള്ള, ബുദ്ധിയുള്ള, എൻ്റെ ഒരു പിൻതലമുറ ഏറ്റവും ബുദ്ധിപരമായും എല്ലാ നിലക്കും വളരെ മിടുക്കനായ ഉഷാറായ ഒരു കുട്ടിയെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണോ എന്ന് ആദ്യം സെലക്ട് ചെയ്യണം. സ്ത്രീകളും സെലക്ട് ചെയ്യണം, അതിന് പറ്റുന്ന ഒരു പങ്കാളിയാണോ എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് കുട്ടിക്ക് ഒരു അനുകൂലമായ ഗർഭപാത്രം നൽകുക എന്നുള്ളതാണ്. ഗർഭാവസ്ഥയിൽ നല്ല സമാധാനം, സന്തോഷം, നല്ല ഭക്ഷണം. എത്രത്തോളം ഗർഭാവസ്ഥയിൽ ഗർഭമുള്ള സമയത്ത് ഒരു സ്ത്രീ അധികം മുളക് അധികം ഉപയോഗിച്ചാൽ ഈ ജനിക്കാൻ പോകുന്ന കുട്ടി ദേഷ്യം അധികമുള്ള ആളായി മാറുമെന്നാണ്. അപ്പോൾ ഗർഭസമയത്ത് ആ സ്ത്രീയുടെ മാതാവിൻ്റെ മാനസികാവസ്ഥ, ഭക്ഷണം, ഇതെല്ലാം കുട്ടിയെ ബാധിക്കുന്നുണ്ട്. നല്ലൊരു അനുകൂലമായ ഗർഭപാത്രം നൽകണം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസവമാണ്. പ്രസവം ഏറ്റവും ചുരുങ്ങിയത് പ്രസവിച്ചാൽ 2 വർഷം കുട്ടിക്ക് മുലപ്പാൽ നൽകണം. ഹൗലൈനി കാമിലൈനി എന്ന ഖുർആൻ പറയും, 2 വർഷം പൂർണ്ണമായിട്ട്. അതിലപ്പുറം കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കണമെന്നാണ്. കുട്ടി എപ്പോൾ നിർത്തുന്നു അതുവരെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണമെന്നാണ്. പ്രത്യേകിച്ച് ആദ്യം വരുന്ന ഒരു മഞ്ഞ പാലുണ്ട്, അതിന് കൊളസ്ട്രം എന്ന് പറയാം. പല സ്ത്രീകളും ആദ്യം വരുന്ന കൊളസ്ട്രം എന്ന് പറയുന്ന മഞ്ഞപ്പാൽ ഒഴിവാക്കുക ചെയ്യാം, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ മഞ്ഞപ്പാലാണ് കുട്ടിക്കുള്ള ഏറ്റവും വലിയ പ്രതിരോധ മരുന്ന്. കുട്ടിക്ക് നല്ല മഞ്ഞപ്പിത്തുണ്ടാവും, പിന്നെ സൂര്യപ്രകാശമൊക്കെ കാണും, അതിനൊന്നും ആവശ്യമില്ല. ഈ കൊളസ്ട്രം എന്ന് പറയുന്ന ആ മഞ്ഞപ്പാൽ കുട്ടിക്ക് നൽകണം. ഇന്ന് മാറിൻ്റെ ഭംഗി കുറയുമെന്ന് കരുതിയിട്ട് 2-3 അല്ലെങ്കിൽ 6 മാസമോ പാല് കൊടുത്ത് പിന്നെ എന്ത് ചെയ്യാണ്? കുട്ടിക്ക് പാല് കൊടുക്കാതെ കുപ്പിപ്പാൽ കൊടുക്കുകയാണ്, മൃഗത്തിൻ്റെ പാല് കൊടുക്കുക. മൃഗത്തിൻ്റെ പാല് കുട്ടികൾക്കല്ല, മൃഗത്തിനാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പശുവിൻ പാലൊക്കെ ദഹിക്കാൻ ആവശ്യമായ എൻസൈം അതിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പശുവിൻ്റെ പാല് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും. ഇനി സ്വന്തം അമ്മക്ക് പാലില്ല എങ്കിൽ കുട്ടിക്ക് എന്ത് പാല് കൊടുക്കണം? കുപ്പിപ്പാലല്ല കൊടുക്കേണ്ടത്, മറ്റ് മനുഷ്യരുടെ പാലാണ് കൊടുക്കേണ്ടത്. അയൽപക്കത്തോ കുടുംബത്തിലോ വേറെ സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ പാല് കൊടുക്കണം. പ്രവാചകർ നല്ല മിടുക്കായിരുന്നു, 8-9 ആളുകളുടെ ശക്തിയായിരുന്നു. എന്താ കാരണം? പ്രവാചകർ മുഹമ്മദ് നബി ഒരുപാട് സ്ത്രീകളുടെ മുല കുടിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ മാത്രമല്ല, ഹലീമ ബീവിയുടെ,
അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ മുലപ്പാൽ കുടിച്ചു. ഒട്ടകത്തിൻ്റെ പാലല്ല, മരുഭൂമിയിൽ ഒട്ടകമില്ലേ, ഒട്ടകത്തിൻ്റെ പാലല്ല മുഹമ്മദ് നബി കുടിച്ചത്. എന്താ കുടിച്ചത്? മറ്റ് സ്ത്രീകളുടെ, മനുഷ്യൻ്റെ പാലാണ് മനുഷ്യൻ്റെ കുട്ടിക്ക് ആവശ്യം. സ്വന്തം ഉമ്മയുടെ മാത്രമല്ല, പറ്റുമെങ്കിൽ കുടുംബത്തിലെ അയൽവക്കക്കാരുടെയൊക്കെ മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ, അതാണ് കുട്ടിക്ക്. അങ്ങനെ മുലപ്പാൽ, മനുഷ്യൻ്റെ മുലപ്പാൽ കുടിച്ച് വളർന്ന കുട്ടികൾ അവർ നല്ല ആരോഗ്യവും നല്ല ബുദ്ധിയുമുള്ള കുട്ടികളായി മാറും. മാത്രമല്ല മുലപ്പാൽ 2 വർഷം കൊടുത്തു കഴിഞ്ഞാൽ ആ ഉമ്മക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മുലപ്പാൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ അത് മനഃപൂർവ്വം നിർത്തിയാൽ ആ ഉമ്മക്കുള്ള ഏറ്റവും വലിയ സമ്മാനം സ്തനാർബുദം വരും എന്നുള്ളതാണ്. 2 വർഷം മുലപ്പാൽ കൊടുക്കുക. അതേപോലെ കുട്ടിക്ക് ആവശ്യമായ ടച്ച്, മാനസികമായ ആവശ്യങ്ങൾ, സ്നേഹം, പരിഗണന, പ്രോത്സാഹനം, ഇതൊക്കെ നാം നൽകണം. എപ്പോഴും ഒരു കണ്ണ് വേണം കുട്ടിയുടെ കാര്യത്തിൽ എന്ന് കരുതി കുട്ടിയെ എപ്പോഴും ഇങ്ങനെ നിരീക്ഷിക്കൊന്നും വേണ്ട. കുട്ടിയെ കേൾക്കാനും അവരെ അഭിനന്ദിക്കാനും ഏറ്റവും പ്രധാനമായിട്ട് കുട്ടിക്ക് സമയം കൊടുക്കാന്നുള്ളതാണ്. സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം. ഈ സമയം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ, ഏത് കുട്ടികളും മിടുക്കരാവും. ഞാൻ ആ ഒരു വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഒരു ദിവസം മാതാവ് അല്ലെങ്കിൽ പിതാവ്, ഏറ്റവും നല്ലത് മാതാവാണ്, രാത്രി ഒരു 3 മിനിറ്റ് മക്കൾക്ക് കൊടുക്കണം. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു 3 മിനിറ്റ്, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു 3 മിനിറ്റ്, രാവിലെ ഉണരുമ്പോൾ ഒരു 3 മിനിറ്റ്. അപ്പോൾ നമ്മൾ കരുതുന്നത് എളുപ്പമല്ലേ, 3 മിനിറ്റല്ലേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ നമുക്ക് പലപ്പോഴും അതിന് സൗകര്യം ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാതാവിനും ജോലിയാണ്, പിതാവിനും ജോലിയാണ്. രാവിലെ കുട്ടി ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുട്ടി ബെഡിലെത്തി ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ഈ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയാം? കുട്ടി ഉറങ്ങാൻ ബെഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉമ്മ അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് കുട്ടിയുടെ അടുത്ത് എത്ര മിനിറ്റ് ഇരിക്കണം? 3 മിനിറ്റ് ഇരിക്കണം. ആ ഒരു 3 മിനിറ്റിൽ ഈ ഉമ്മ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. കുട്ടി ഇങ്ങനെ ഉറങ്ങാൻ പോവുകയാണ്, ഒരു ഹിപ്നോട്ടിക് സ്റ്റേജാണ്. ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഉമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ പതിയും. അപ്പോൾ പറയണം, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, മിടുക്കനാവും, വലിയ ആളാവും. കുട്ടിക്ക് എന്താ ഏറ്റവും ഇഷ്ടം അത് പറയണം. ഡോക്ടർ ആവാനാണെങ്കിലോ നല്ല ഡോക്ടറാവും എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും നല്ല കഥകൾ, ചരിത്രങ്ങൾ, മോട്ടിവേഷൻ വാക്കുകൾ ഇങ്ങനെ തലോടിക്കൊണ്ട് ഒരു മുത്തം കൊടുത്തുകൊണ്ട് അങ്ങനെ ആ ഒരു ഉമ്മയുടെ നല്ല വാക്കുകളും സ്നേഹവും ടച്ചും ഒക്കെ കിട്ടിയിട്ട് ആ കുട്ടി അങ്ങനെ ഉറങ്ങണം. അതാണ് ഒന്നാമത്തെ 3 മിനിറ്റ്. രണ്ടാമത്തെ 3 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എഴുന്നേൽക്കുമ്പോഴാണ്. കുട്ടി എഴുന്നേൽക്കുമ്പോഴും ഇതുപോലെ ഉമ്മ അടുത്ത് ചെല്ലണം രാവിലെ. അതിനൊരു ടൈം ടേബിളൊക്കെ വെക്കണം, കുട്ടി എപ്പോഴാണ് ഉണരാന്നുള്ളത്. അതിന് മുമ്പ് നമ്മൾ ഉണരണം. നമ്മൾ വാട്സപ്പിൽ നോക്കി 10-12 മണിക്കൊക്കെ കിടന്നുറങ്ങിയാൽ പിന്നെ ആ സമയത്തൊന്നും എണീക്കാൻ നമുക്ക് കഴിയില്ല. ഈ ഉമ്മ ചെല്ലണം. കുട്ടി എഴുന്നേൽക്കുന്നത് 5:30 മണിക്കാണെങ്കിൽ അവിടെ ചെല്ലുക. എന്നിട്ട് കുട്ടിയെ പതുക്കെ ഈ ഉമ്മ വിളിച്ചു നടത്തണം. എങ്ങനെയാണ് മക്കൾ നമ്മളൊക്കെ വിളിച്ചു നടത്താറ്? ചില ഉമ്മമാർ എങ്ങനെ അറിയോ? അടുക്കളയിൽ ഇങ്ങനെ ദോശ ഉണ്ടാക്കിയായിരിക്കും. അപ്പോൾ എടീ നീക്കണില്ലേ, പോത്ത് ഇത്ര സമയമായി ഇപ്പോഴും മദ്രസക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് പോത്ത് അല്ലെങ്കിൽ ഷെയ്ത്താൻ എന്നൊക്കെ കേട്ടിട്ടാണ്. ഇത്ര പറഞ്ഞാലും എണീക്കൂല. ഇങ്ങനെയൊന്നുമില്ല കുട്ടിയെ വിളിക്കേണ്ടത്. ചില മാതാപിതാക്കൾ പോയിട്ട്, ചില ഉമ്മമാർ പോയിട്ട് ഇങ്ങനെ കുലുക്കും, നീക്കും നമ്മളെ അമ്മിക്കുട്ടി ഇങ്ങനെ കുലുക്കും പോലെ. അതും പാടില്ല. പിന്നെ എങ്ങനെയാണ് കുട്ടിയെ ഉണർത്തുക? കുട്ടി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഉള്ളംകാലിൽ, ഇവിടെ കാലിലിങ്ങനെ തട്ടും. കുട്ടിയുടെ ഉള്ളംകാലിൽ തട്ടിയിട്ട് ഇടാൻ മോനെ ആശിമേ നീക്കണില്ലേ, നേരത്രായി 5 മണി, എൻ്റെ കുട്ടിയല്ലേ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തട്ടണം കാലിൽ. ആ സമയത്തും തൻ്റെ കൈ കൊണ്ട് മുടിയിലൂടെ അല്ലെങ്കിൽ തലയിലൊക്കെ ഒന്നിങ്ങനെ തലോടിയിട്ട് നീക്കി എന്നൊക്കെ പറഞ്ഞ് ഒരു മുത്തം കൊടുത്ത്, നല്ല കുട്ടിയല്ലേ സുബീസ്കരിക്കണ്ടേ, നല്ല മക്കൾ നേരത്തെ നീക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല കഥകളും നല്ല സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 3 മിനിറ്റ് അവിടെ ഇരിക്കണം. അപ്പോൾ കുട്ടി അവിടെ നിന്ന് പതുക്കെ എണീക്കും. എണീക്കുമ്പോൾ അവരൊന്ന് കെട്ടിപ്പിടിച്ച് നല്ലൊരു മുത്തം കൊടുത്ത്, നീ പോയി നിസ്കരിക്ക്, അതിൽ ഒതുണ്ടാക്ക്, മദ്രസയിലേക്ക് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു 3 മിനിറ്റ് അവൻ്റെ കൂടെ ഇങ്ങനെ ഹൃദ്യമായിട്ട് ഈ ഉമ്മ ചെലവഴിക്കണം. ഇപ്പം എത്ര 3 മിനിറ്റായി? രാത്രി 3 മിനിറ്റായി, രാവിലെ 3 മിനിറ്റ്. അടുത്ത 3 മിനിറ്റ് കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴാണ്. കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മാക്ക് 100 കൂട്ടം പണിയായിരിക്കും. അതൊക്കെ അവിടെ ഇട്ടിട്ട് കുട്ടി പുറപ്പെടാൻ സമയത്ത് അവൻ്റെ അടുത്തേക്ക് വരണം. എന്നിട്ട് 3 മിനിറ്റ് അവനോട് ഇങ്ങനെ സംസാരിക്കണം, ചോദിക്കണം അവനോട്, ടൈം ടേബിൾ പ്രകാരം പുസ്തകങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ നോക്കാം, പേനല്ലേ, ഭക്ഷണം തട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ പിന്നെ ഉപ്പേരിയുണ്ട്, ഓംലേറ്റ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, 2 പേനയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. നിൻ്റെ കൂട്ടുകാർക്ക് ഭക്ഷണം അവർ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇതൊക്കെ അവർ നീ കൊടുക്കണം. ഇതിൽ 2 പേനയുണ്ട്, ആർക്കെങ്കിലും പേന ഇല്ലെങ്കിൽ ഈ പേന കൊടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ
പിന്നെ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെ പറയണം ഒരു 3 മിനിറ്റ്. ചില ഉമ്മമാർ നേരെ മറിച്ചാൽ പറയാം, അങ്ങോട്ട് ആരെങ്കിലും കുത്തിവെച്ച് അങ്ങോട്ട് കുത്തിക്കൊള്ളുണ്ടു, എൻ്റെ പേര് ആർക്കും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടൊക്കെ പറയുന്ന ചില മാതാപിതാക്കൾ. അതൊന്നും പാടില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞ് 3 മിനിറ്റ് അവൻ്റെ കൂടെ നിൽക്കണം. ചെറിയ മക്കളാണെങ്കിൽ സ്വയം എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അവർ സ്വന്തം അവരെ വാട്ടർ ബോട്ടിൽ വെള്ളം അവർ നിറക്കുക, ഷർട്ട് അവരെന്നെ ഇടാൻ പറ്റുമെങ്കിൽ അവരിടുക, ഒന്ന് ഹെൽപ്പ് ഒക്കെ മാതാവ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കുട്ടിക്ക് പറ്റുന്നത് കുട്ടി ചെയ്യണം. പുസ്തകങ്ങളൊക്കെ വെക്കാൻ അവനെ പ്രേരിപ്പിക്കുക, അവ ജസ്റ്റ് നോക്കുക, സഹായിക്കുക. അങ്ങനെ പ്രായത്തിനനുസരിച്ച് ഈ മാതാവ് ഇങ്ങനെ നല്ലതൊക്കെ പറഞ്ഞ് കൂടെ 3 മിനിറ്റ് ഉണ്ടാവണം. അവസാനത്തെ 3 മിനിറ്റ് കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴാണ്. സ്കൂൾ വിട്ട് വരുമ്പോഴും ഒരു രാജാവിനെ പോലെ അവനെ പോയി സ്വീകരിക്കണം. അതായത് അവിടെ വരുമ്പോൾ തന്നെ ഈ ഒരു കുട്ടികൾക്കും വേണം നമ്മൾ ബഹുമാനം കൊടുക്കുക. കുട്ടിയല്ല എന്ന് കരുതിയിട്ട് നമ്മൾ അവഗണിക്കാൻ പാടില്ല. ചില മാതാക്കളുണ്ട്, ശ്രദ്ധിക്കില്ല, വേണ്ടിയില്ല. കുട്ടി വന്നു കഴിഞ്ഞാൽ പറയും, ആ അടുക്കളയിൽ ഉണ്ടാവും ഭക്ഷണം, പോയി എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറയും. അങ്ങോട്ട് വേണ്ടിയില്ല. അങ്ങനെയല്ല. കുട്ടി വരുമ്പോൾ മോനോ എന്തൊക്കെയാണ് സ്കൂളിൽ ഇട്ടോ അതൊക്കെ അങ്ങോട്ട് ചെല്ലണം, അവൻ്റെ അടുത്ത് ചെല്ലണം, അവൻ്റെ കയ്യിലുള്ള ബാഗ് വാങ്ങണം, എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കണം. നല്ല കാര്യങ്ങളൊക്കെ, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നല്ല ചോദിക്കേണ്ടത് ആദ്യം, അത് അവസാനം ചോദിക്കാവൂ. അവന് ഇഷ്ടപ്പെട്ട അധ്യാപകൻ, എന്നെ ആ ടീച്ചർ ഉണ്ടായിരുന്നോ, നീ കളിച്ചോ, എന്തൊക്കെയാണ് സ്കൂളിലെ വിശേഷങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ സ്കൂളുണ്ടായ വിശേഷങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, എന്തെങ്കിലുമൊക്കെ പീഡിപ്പിക്കപ്പെട്ടാൽ അതുവരെ പറയും. ഇതൊന്നുമില്ലെങ്കിൽ കുട്ടികളൊന്നും പറയില്ല, ഒക്കെ മറച്ചു വെക്കും. പിന്നെ വലിയ അപകടങ്ങൾ വരുമ്പോഴാണ് അവർ പറയാം. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സ്കൂളിൽ സംഭവിച്ചത് എല്ലാം അവരിങ്ങനെ തുറന്നു പറയാം. അപ്പോൾ നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. എന്നാൽ വേഗം പോയി ഒന്ന് കുളിച്ചു പോവാ, ഞാൻ മോന് ഇഷ്ടപ്പെട്ട ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു 3 മിനിറ്റ് അവൻ്റെ കൂടെ ഞാൻ ചിലവഴിക്കണം. ഇപ്പോൾ ദിവസം എത്ര മിനിറ്റായി? 4 12 മിനിറ്റ്. ഇത് എല്ലാ ദിവസവും ചിലവഴിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ മനുഷ്യന്മാരാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം. പക്ഷെ പറ്റുന്ന, സാധിക്കുന്ന എല്ലാ ദിവസവും ഇത് ചെയ്യണം. ഇത് ചെയ്യേണ്ട പ്രായം എപ്പോഴാണെന്നറിയോ? കുട്ടി ജനിച്ചിട്ട് 15 വയസ്സ് വരെ ചെയ്യണം. 1-ാം വയസ്സ് 2-ാം വയസ്സ് സ്കൂളിലേക്ക് പോകില്ല. പക്ഷെ ആ സമയത്തും നമ്മളെന്ത് ചെയ്യണം? കുട്ടികളെ ഈ രീതിയിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴൊക്കെ കഥ പറഞ്ഞു കൊടുക്കുക, തമാശ പറയുക, ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക, രാവിലെ എണീക്കുമ്പോൾ ആ രീതിയിൽ എണീപ്പിക്കുക. ഒരു 15 വയസ്സ് വരെ സ്ഥിരമായിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും വഴിപഴക്കില്ല. ആ കുട്ടിയുടെ മനസ്സിൽ ഉമ്മാൻ്റെ വാക്കുകൾ ഇങ്ങനെ അത് അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാവും. അതിങ്ങനെ തെളിഞ്ഞു വരും. ഏത് ഉഗാണ്ടയിൽ, നിങ്ങൾ ബാംഗ്ലൂർ പോയി പറഞ്ഞയച്ചോട്ടെ, ഈ മൈസൂർക്ക് അല്ലെങ്കിൽ ഇവിടെ മറ്റേ സിംഗപ്പൂർ പറഞ്ഞയച്ചോളി, അമേരിക്കയിൽ പറഞ്ഞയച്ചോളി, എത്ര മറ്റുള്ളവർ മോശമാണെങ്കിലും നമ്മുടെ മക്കൾ മോശമാവില്ല. ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ ചെന്നൈയിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ നിന്നൊക്കെ പോകുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നല്ല സ്വാതന്ത്ര്യമാണല്ലോ, അമ്മമാരില്ല, അച്ഛന്മാരില്ല, വാപ്പി ഉമ്മയൊന്നുമില്ല. അപ്പോൾ അവർ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, പലതും ചെയ്യുന്നവരുണ്ട്. ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞു, ഞാനില്ല, എൻ്റെ അച്ഛനത് ഇഷ്ടാവില്ല, എൻ്റെ അമ്മക്കത് ഇഷ്ടാവില്ല, എൻ്റെ അമ്മയും അച്ഛനും പിന്നെ അങ്ങനെയല്ല വളർത്തിയത്. ഒരു പെൺകുട്ടി, ഞാൻ എന്തോ ആലോചിക്കുകയാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ക്ലാസ്സിൻ്റെ സമയത്ത് പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ പോയതായിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടി. ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ അവിടെ ഇല്ല. പക്ഷേ ഞങ്ങൾ പുരുഷന്മാരൊക്കെ, ആണുങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒരു വരാന്തയിൽ ഇങ്ങനെ കുറച്ച് വൃത്തിയാക്കി അവിടെ പോയി നിസ്കരിക്കും. ഈ പെൺകുട്ടി 10-40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അവൾക്ക് ഒരു മടിയുമില്ല. അത് ദുഹറിൻ്റെ സമയമായാൽ, ഒരു ഇൻ്റർവെൽ സമയമായാൽ വേഗം പോയി കൊണ്ടുകൊടുത്തിട്ട് ക്ലാസ്സിൽ ഒരു ബെഞ്ച് ഇങ്ങനെ ഇട്ടിട്ട് ആ ബെഞ്ച് ഒറ്റ ബെഞ്ച് വന്ന് നിസ്കരിക്കുക കുട്ടി. മറ്റ് 10-40 കുട്ടികളുണ്ടാവും, അവരൊക്കെ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയായിരിക്കും. ഇവളവിടെ ഒരു ഭാഗത്ത് സൈഡിൽ ബെഞ്ചും കയറി അവൾ നിസ്കരിക്കും. ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. അതാ മാതാപിതാക്കളുടെ ചെറുപ്പത്തിലുള്ള അവർ വളർത്തിയ ആ ഒരു കുട്ടിക്ക് കിട്ടിയ ആ ഒരു ശീലമാണ്. അപ്പോൾ ഈ രീതിയിൽ കുട്ടിക്ക് സമയം നൽകി, സ്നേഹം നൽകി, കുട്ടിയെ ശ്രദ്ധിച്ച്, കുട്ടികൾക്ക് മാതൃകയായി നമ്മൾ രക്ഷിതാക്കൾ മാറിയാൽ നമ്മുടെ മക്കൾ എന്നും പൂമ്പാറ്റകളായിരിക്കും. അവരിങ്ങനെ പറന്ന് നടക്കുന്ന, അവരുടെ കല്യാണം കഴിഞ്ഞാലും അവർക്ക് മക്കളായാലും നമുക്ക് കൺകുളിർമയേകുന്ന പൂമ്പാറ്റകളെ പോലെ നമ്മുടെ മക്കളെ നമുക്ക് കാണാൻ പറ്റും. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതും ഒരു ആശംസയാണ്. ഇങ്ങനെയൊക്കെ പറയാനാവണം. അത് നീട്ടാൻ പാടില്ല. ഇതിപ്പോൾ നമുക്കിവിടെ ഒരു പരിശീലനം ആയതുകൊണ്ട് ഇത്ര നീട്ടാൻ പാടില്ല. ആശംസാ പ്രസംഗം എത്ര മിനിറ്റാ? 5 മിനിറ്റ്. പിന്നെ ആശംസാ പ്രസംഗം നീട്ടാം എങ്ങനെ അറിയോ? ചില സാഹചര്യങ്ങളിൽ
ഞാൻ ചാവക്കാട് ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായി. അന്ന് ഞാനായിരുന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മം. മുഖ്യ പ്രഭാഷണം അബൂബക്കർ അൽ കാസിമി എന്ന് പറയുന്ന വലിയൊരു പ്രഭാഷകനായിരുന്നു. ET മുഹമ്മദ് ബഷീർ, ഹൈദരലി ഷാഹ് തങ്ങൾ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ കർത്തവ്യം ഉദ്ഘാടന പ്രസംഗമായിരുന്നു. അപ്പോൾ എനിക്കുള്ള സമയം 20 മിനിറ്റ് ആയിരുന്നു. എത്ര മിനിറ്റ്? 20 മിനിറ്റ്. ആശംസയൊക്കെ 5 മിനിറ്റ്. അങ്ങനെ ഞാൻ ഇവരൊക്കെ ആശംസ പറഞ്ഞ് ആൾക്കാർ ആശംസ പറഞ്ഞൊക്കെ പോളൊക്കെ പോയി. അങ്ങനെ ധൃതിയുള്ള ആൾക്കാരുണ്ട്, മന്ത്രിമാരൊക്കെ ഉണ്ട്. ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജാണ്, ഖലീഫ ട്രസ്റ്റാണിത്. അങ്ങനെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കയറി. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ എന്നോട് സംഘാടകർ ഒന്ന് പറഞ്ഞു, ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്തേലും ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ മുഖ്യപ്രഭാഷകനാണ്. മുഖ്യപ്രഭാഷകൻ പത്തനാപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹം വരണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ആവും. അതുകൊണ്ട് നിങ്ങൾ 20 മിനിറ്റ് പറഞ്ഞാൽ പോരാ, മൂപ്പര് മുഖ്യപ്രഭാഷകൻ എത്തോളം പറയണം എന്ന് പറഞ്ഞു. ഞാൻ കുടുങ്ങിയില്ലേ. ഞാനാണെങ്കിൽ ഒരു 20 മിനിറ്റ് പറയാനുള്ളത് റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടിയിട്ട് മുഖ്യപ്രഭാഷകൻ എത്തിയത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം 1.5 മണിക്കൂർ നീട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ ആശംസ 5 മിനിറ്റാണ് എങ്കിലും പ്രതീക്ഷിച്ച മുഖ്യപ്രഭാഷകൻ എത്തിയിട്ടില്ല, വേറെ ആരുമില്ല, വേറെ ആശംസാ പ്രഭാഷകനില്ല. മുഖ്യപ്രഭാഷകൻ വരുന്ന വഴിയിൽ ടയർ പഞ്ചറായി, അദ്ദേഹം ഇനി വരണമെങ്കിൽ കുറച്ച് കഴിയും. അപ്പോൾ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ചിലപ്പോൾ സംഘാടകർ പറയും, നിങ്ങൾ ആശംസാ പ്രസംഗം കുറച്ച് നീട്ടിക്കോളി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി നീട്ടേണ്ടി വരും. ഈ പ്രസംഗത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും എന്തല്ല, ഒരു ശരിക്കൊരു ഷെഡ്യൂളല്ല. അതൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ചിലപ്പോൾ 5 മിനിറ്റ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 2 മിനിറ്റ് പറ്റുള്ളൂ. നമ്മളൊരു 5 മിനിറ്റ് എന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അതന്നെയാണ് ഇത് ഇസ്ലാംകാരും ഈമാൻകാരും അല്ല. ഇതെന്ത് ചെയ്യണം, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഉദ്ഘാടനം, ശരിക്കും ഉദ്ഘാടനം ആദ്യം ചെയ്യേണ്ടതല്ലേ. ചില പരിപാടിയിൽ ഉദ്ഘാടനം ഏറ്റവും അവസാനമായിരിക്കും. എന്താ കാരണം? തിരക്കുള്ള മന്ത്രിയോ ആരെങ്കിലും കാര്യം, അദ്ദേഹത്തിന് ആ സമയത്ത് വരാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനമായിരിക്കും ചിലപ്പം ഉദ്ഘാടനം വരുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവാം. പരിപാടിയെ നീട്ടാം, പക്ഷെ ആരും ഉണ്ടാവില്ല. ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ പരിപാടി 10 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ 10:30. ആരും എത്തിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ എനിക്ക് പരിപാടിയെ നീട്ടിയിട്ട് 1 മണിക്കായി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് പിന്നെ സംഘാടകരൊക്കെ ചേർന്നുകൊണ്ട് പിന്നെ ഒരു ദിവസം മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അല്ല ഒരുപാട് സമയമൊന്നും നീട്ടി വെക്കാൻ പറ്റില്ല. ആൾക്കാർ ഇരിക്കില്ല. ആരിരിക്കുക? ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഇവിടെ 10:30. അപ്പോൾ കുറേ ആളുകൾ എത്ര നിന്നെങ്കിൽ 12 മണിക്കാവും. നിങ്ങളിവിടെ 10:30 12 മണി വരെ നിങ്ങൾ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നീട്ടിക്കൊണ്ടാവാം. ഒരു അരമണിക്കൂർ. അത് തീരെ വരില്ലെങ്കിൽ ഉദ്ഘാടകൻ വിളിച്ച് പറയാണ്, ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്, അപ്പോഴാണ് എൻ്റെ ടയറൊക്കെ പഞ്ചറായിട്ടുണ്ട്, അതൊന്ന് നേരാക്കണം, ഞാനൊരു അരമണിക്കൂർ വൈകും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അദ്ദേഹം പറയുകയാണ്, ഞാൻ എനിക്കെന്തെങ്കിലും മരണം ഉണ്ടായി അടുത്ത്, ഒരിക്കലും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ ആരെങ്കിലും വേറെ ആൾ ഉദ്ഘാടനം ചെയ്യണം. അത്ര അവർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത സെഷൻ ഇവിടെ വന്ന് എല്ലാവരും ഓരോ പാട്ട് പാടണം. അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കും പറയണം. അപ്പോൾ എല്ലാവരോടും വരിക, പാട്ട് പാടാം. ആദ്യമായിട്ട് നമ്മൾ അയ്യൂബിനെ ക്ഷണിക്കുന്നു. എല്ലാവരും പാട്ട് പാടാം. നേരത്തെ ഞാൻ പാടിയ പാട്ട് ഏതായിരുന്നു? നേരത്തെ ഞാൻ പാടിയ പാട്ട് ഞാൻ മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട യേശുദാസ് പാടിയ 2 പേര് പാടാം. യേശുദാസ് പാടിയ പാട്ട് നോക്കി. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവം. ക്ലാസ് വളരെ എഫക്റ്റീവായിരുന്നു. ഞാൻ 2ാമത്തെ ക്ലാസ്സാണിത് അറ്റൻഡ് ചെയ്യുന്നത്. പ്രസംഗത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് മെയിനായിട്ട് നമ്മൾ നോക്കിയത് ആശംസ പ്രസംഗമാണ്. നമ്മൾക്കൊക്കെ മെയിനായിട്ട് വരുന്നൊരു പ്രസംഗം മിക്കവാറും ആശംസാ പ്രസംഗമായിരിക്കും. കാരണം ഉദ്ഘാടനം ഒന്നും നമ്മളെത്തില്ല. അപ്പോൾ ആശംസാ പ്രസംഗം പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും നല്ല ഒരു സ്റ്റെപ്പ് എന്നാണ് എനിക്കും തോന്നിയത്. അത് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇന്ന് കിട്ടി, പഠിക്കാൻ പറ്റി. അതിൻ്റെ എങ്ങനെയാണ് അത് അവതരിപ്പിക്കേണ്ടതെന്നും സാർ പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ്സിൽ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ പാട്ട് പാടാനുള്ള ഒരു അവസരം തന്നു. പാട്ട് നമുക്ക് പാടാനുള്ള മൈക്കിൻ്റെ ആ ഒരു ഫിയർ മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും
പറ്റി. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഏതായാലും ഇനി വരും ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യണം തന്നെ എൻ്റെ ആഗ്രഹം. താങ്ക് യു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ കൃത്യം 10:10 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രസംഗത്തിലെ ആശംസാ പ്രസംഗം എന്ന ഒരു പാർട്ടാണ് നമ്മളിന്ന് പഠിച്ചത്. വളരെ ഗംഭീരമായിരുന്നു. ഓരോ ദിവസം എൻ്റെ 2ാമത്തെ ക്ലാസ്സാണ്. ഓരോ ദിവസം കഴിയും തോറും ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ പെർഫോം ചെയ്ത എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. വളരെ ഗംഭീരമായിട്ടാണ് പിന്നെ ആ വിഷയത്തെ സംബന്ധിച്ച്, അതായത് കുഞ്ഞുങ്ങൾ പൂമ്പാറ്റകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് വളരെ ബൃഹത്തായ രീതിയിൽ ഇവിടെ എല്ലാവരും സംസാരിച്ചു. ഓരോരാളുടെയും ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാവുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തു തന്നെയായാലും ഇന്ന് നമുക്ക് നല്ലൊരു ക്ലാസ് സംഘടിപ്പിച്ചു തന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ ഫൈസൽ സാറിനോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും 2ാമത്തെ ക്ലാസ്സാണ് എന്നെ സംബന്ധിച്ചത്. ഇനിയും ഒരു 3, 4, 5 ക്ലാസ്സിന് ശേഷം നല്ല പുരോഗതി കൈവരിക്കാനാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്നത്തെ ദിനം എനിക്ക് തോന്നിയിട്ടുള്ളത്. ആയതിനാൽ എല്ലാവർക്കും, എൻ്റെ കൂട്ടുകാരായ എല്ലാവർക്കും, സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. ഇവിടെ 2 ക്ലാസ് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ മെച്ചപ്പെട്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഈ മാഷ ക്ലാസ് നല്ല രസകരമായ ക്ലാസ്സാണ്. സാധാരണ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഉറക്കം വരും, അതൊന്നുമില്ല. നല്ല പാട്ട്, നല്ല പ്രസംഗം. മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. അവൻ്റെ പേര് ഓർമ്മയില്ല. അവൻ്റെ ഉമ്മ, അതേപോലെ അഷ്റഫ്, ആസിഫ് നന്നായിട്ടുണ്ട്. ഇവരെ കിറാത്ത്, മാസിറ വളരെ നന്നായിട്ടുണ്ട്. ആരിഫ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ ആദ്യം ഉമ്മ പറഞ്ഞപ്പോൾ വരാൻ തോന്നിയില്ല, പ്രസംഗം വിചാരിച്ചിട്ട് വരാൻ തോന്നിയില്ല. പിന്നെ അവിടെ അന്നപ്പോൾ നല്ല രസമുണ്ട്. അവരല്ലേ പാട്ട് അടിപൊളിയായി. സത്യം അല്ലല്ല, ഉമ്മാൻ്റെ പാട്ട് അടിപൊളിയായി. അനിത്യ പാടി. പ്രസംഗം പഠിക്കുക എന്നതിലുപരി എൻ്റെ പേടി മാറിക്കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 80% എനിക്ക് 4-5 ക്ലാസ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്നും എല്ലാ ക്ലാസ്സിനും വരുമ്പോഴും തലേ ദിവസം തന്നെ എനിക്ക് പേടി തുടങ്ങും. പക്ഷേ ഇന്നലെ ഒന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ താത്താനെ വിളിച്ചു. ഇന്ന് രാവിലെ താത്താനെ വിളിച്ചു. അന്ന് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോഴും താത്താനോട് വരാൻ പറഞ്ഞു. കാരണം താത്താക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് അറിവുണ്ട്. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് താത്താനെ കണ്ടിട്ടാണ് ജീവിതം തന്നെ പഠിച്ചിട്ടുള്ളത്. ഒന്നും അറിയാത്ത സമയത്ത് വന്ന ആളാണ്. 19ാമത്തെ വയസ്സിൽ വന്ന്, വയസ്സായെങ്കിലും 19 വയസ്സെങ്കിലും അതിൻ്റെ പക്വത കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഉമ്മയുടെ അടുത്തുനിന്നും താത്തായുടെ അടുത്തുനിന്നൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കഴിവുകളും അറിവുകളും ഉള്ള ആളാണ് താത്ത. പക്ഷെ അതൊന്നും പുറത്ത് വരാൻ അവസരം താത്താക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഉപയോഗപ്പെടുത്തലില്ല എന്ന് എനിക്ക് തോന്നുന്നു. പല സംഘടനകളിലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ പേടി കണ്ട് തന്നെ മാറി നിൽക്കാനാണ് പതിവ്. അപ്പോൾ എന്നെ പോലെ എനിക്കെന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിവുള്ളവർക്കും കൂടെ അത്രക്കൊന്നും കഴിവ് എനിക്കില്ല, അറിവ് എനിക്കില്ല. പക്ഷെ അവർക്കൊക്കെ അതും കൂടെ ഉണ്ടെങ്കിൽ, പേടിയൊക്കെ മാറി കിട്ടിയിട്ട് അതുപോലെ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉയരത്തിലെത്താൻ അവർക്കൊക്കെ കഴിയും. അതുപോലെ അനിയനോടും ഞാൻ പറഞ്ഞിരുന്നു, ഇക്കട അനിയൻ്റെ അടുത്ത്. അവനും ഇപ്പോഴും പറഞ്ഞിട്ട് പേടിയാണ്. അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം എന്തായാലും അവനെയും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് വന്ന് എല്ലാവരും നന്നായിട്ട് പ്രസംഗിച്ചു.
ഒരുപാട് ഇപ്പോൾ ഇവരുടെ ഹാരിസ് സാറെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. 2-3 ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെ നിയാസ് സാറേയും അയ്യൂബ് സാറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിനേക്കാളൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നല്ല എന്താ പറയുക, കുറച്ചുകൂടെ വായിച്ചിട്ടും പഠിച്ചിട്ടും വന്നാൽ നമുക്ക് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് അറിയാം. അതുകൊണ്ട് ഞായറാഴ്ചത്തെ ക്ലാസ്സിന് മനഃപൂർവ്വം വരാതിരിക്കുന്നത്. കാരണം അന്ന് വരുന്നവരൊക്കെ പഠിച്ചവരാണ്, അവർക്കൊക്കെ ഒരുപാട് അറിവുകളുള്ളവരാണ്. അപ്പോൾ അന്ന് വന്നാൽ നമ്മൾ എത്ര ആയാലും അവരെ അടിയിൽപ്പെട്ടു പോകും. അപ്പോൾ തന്നെ നമ്മളൊരു കോൺഫിഡൻറ്റ് ഇല്ലാതായി പോകും. അപ്പോൾ ഇങ്ങനെ തുടക്കക്കാർക്കുള്ള ഈ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ആണ് എന്നുള്ളൊരു ഇത് തോന്നുകയും ചെയ്യും. ഒരു പേടി മാറി കിട്ടാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനിയും വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ പാട്ട് ഞാൻ ഇത്ര കാലം ഞാൻ എവിടെയും പാടിയിട്ടില്ല. പാടാനൊക്കെ ആഗ്രഹമുണ്ട്, അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പാടാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പാടുന്ന പേര് എൻ്റെ കൂട്ടുകാർക്കടക്കം അറിയുന്നുണ്ടാവില്ല. സ്കൂളിൽ പാട്ടുകൾ പഠിപ്പിക്കും ഇങ്ങനെ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ മക്കളെ പഠിപ്പിക്കാമെന്നല്ലാതെ എനിക്കൊരു പാടാനോ ഉള്ള വേദിയോ എവിടെയും കിട്ടിയിട്ടില്ല, പാടിയിട്ടുമില്ല. ടൂറോ അങ്ങനെയൊക്കെ പോകുമ്പോഴൊന്നും ഞാൻ പാടിയിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടിയായിട്ട് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. സന്തോഷം. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ അവന് ഉഷാറാണ്. അവനും ഇതേപോലെ തന്നെ മടിയാണ്. എപ്പോഴും പാട്ട് പാടാനും കഴിവുണ്ടെങ്കിൽ എന്നും തന്നെ പറയും. അവന് പറയുമ്പോൾ പക്ഷെ ദേഷ്യമാണ്. കഴിവുണ്ടെങ്കിൽ അവനെപ്പോഴും മാറി നിൽക്കും. അപ്പോൾ അവനും നല്ലൊരു പ്രാസംഗികൻ എന്നതിലുപരി വരുന്നത് ഇപ്പം അടുത്ത് ഞാൻ അറിഞ്ഞത്. ഇങ്ങോട്ട് എന്നും ഒരു ക്ലാസ് ഉണ്ട്, ഇവിടെ വരാറുണ്ട് എന്നറിയാം. പക്ഷെ ഇതാണ് സംഭവം എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ വലിയ ജ്യേഷ്ഠം വന്നല്ലോ, അൻവർക്ക. അപ്പോഴവരാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് വീഡിയോയുടെ ലിങ്ക് വിട്ടുതന്നത് യൂട്യൂബിൽ. അത് കേട്ടപ്പോഴാണ് ഇവൾക്കും ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എനിക്കും പോരണം എന്നുണ്ട്. ഞങ്ങളുടെ സംഘടനയിൽ ട്രഷററാണ് ഞാൻ. അപ്പോൾ എന്നും നന്ദി പറയാൻ എന്നെ ഏൽപ്പിക്കുക. പക്ഷെ ഞാൻ എപ്പോഴും സ്കിപ്പാവാറാണ്, നന്ദി പറയാൻ കയറാറില്ല. വേറെ ആരെങ്കിലും തട്ടിവിടും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് നന്ദി പറയാൻ എപ്പോഴും നന്ദി പറയാൻ കിട്ടുമ്പോഴാണ് എനിക്ക് ഇതിനൊന്ന് വന്നൂടെ, ഇവിടെ വന്നിരുന്നാൽ ഒരു ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് ഒരുങ്ങിയത്. നന്നായിരുന്നു, നല്ലൊരു അനുഭവമാണ്. വീട്ടിലെപ്പോഴും ഇങ്ങനെ കിച്ചണിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം, ഒരുപാട് വിവരം ഉണ്ടാവും. നല്ല ഇഷ്ടമായി. ഇനിയും വരണം എന്നുണ്ട് പരിപാടിക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.